മിക്കവരും വീടിന്റെ ഇന്റീരിയർ പ്ലാൻ ചെയ്യുന്ന കേൾക്കുന്ന ഒരു പേരാണ് MDF. ശരിക്കും എന്താണ് MDF? അത് നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമാണോ, അത് ശരിക്കും വുഡാണോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ് എന്നാണ് MDFന്റെ ഫുൾ ഫോം വരുന്നത്. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല. മരം സ്ക്രാപ്പ് ചെയ്ത് പൊടിച്ച് അതിന്റെ ഫൈബറും പിന്നെ റെസിനും ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ പ്രസ് ചെയ്തുണ്ടാക്കുന്ന ബോർഡാണ് ഈ MDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MDFന്റെ തന്നെ പല വകഭേദങ്ങളും വരുന്നുണ്ട്. HDF, HDHMR. 1960 MDF ശരിക്കും കണ്ടുപിടിക്കുന്നത്. അത് അമേരിക്കയിലാണ് കണ്ടുപിടിക്കുന്നത്. ശരിക്കും ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് എഞ്ചിനീയറിംഗ് വുഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരള കാലാവസ്ഥയിൽ നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു പണി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം എവിടെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കരുത് എന്നുള്ളത്. കിച്ചൺ ഒരിക്കലും MDF യൂസ് ചെയ്യാൻ പാടില്ല. കിച്ചൺ, വാനിറ്റി ബോക്സ്, ബാത്റൂം വാളിന്റെ സൈഡ് ചേർന്ന് വരുന്ന വാർഡ്രോബ്സ് ഇത് പരമാവധി ഉപയോഗിക്കാതെ നോക്കണം. ഇൻ കേസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ബാക്ക് പാനലായിട്ട് നമ്മൾ മൾട്ടിവുഡ് അല്ലെങ്കിൽ WPC നിർബന്ധമായിട്ട് കൊടുക്കണം. പ്രോപ്പർ എഡ്ജ് ബാൻഡ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV യൂണിറ്റ്, ക്രോക്കറി യൂണിറ്റ്, CNC യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലേക്ക് നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഈ മെറ്റീരിയലിനുണ്ട്. സ്വാഭാവികമായിട്ടും വാൾ പാനലിംഗ് നനവ് വരാത്ത എന്ന് നമുക്ക് ഉറപ്പുള്ള ഏരിയകളിൽ മാത്രമാണ് MDF യൂസ്. അപ്പോൾ MDF എന്ന് പറഞ്ഞാൽ ഒരു മോശം മെറ്റീരിയൽ അല്ല, അത് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് യൂസ് ചെയ്യാനുള്ളത്. ഇൻ കേസ് നിങ്ങൾ MDF എവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക.